വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് ഡിപ്പോയിൽ നിന്നും വനിതാ ജീവനക്കാർ കന്യാകുമാരിയിലേക്ക് ടൂർ പോകുകയാണ്. ഡിപ്പോയിലെ ജീവനക്കാരെല്ലാം വനിതകളാണ് എന്നതാണ് പ്രത്യേകത. തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര, അല്ലെങ്കിൽ കാശ്മീരിലേക്കൊരു യാത്ര. സാധാരണ ബുള്ളറ്റിലോ കാറിലോ അങ്ങനെ ചെത്തിപ്പായാൻ ഏത് വാഹനവും തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇതൊരു പുതുമയാവാം. ഇത്തവണ കാട്ടാക്കടയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഒരു സംഘം യാത്ര തിരിക്കുകയാണ്. അതും 40 അംഗ വനിതാ സംഘമാണ് KSRTCയിൽ, അതായത് നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ യാത്ര തിരിക്കുന്നത്. നമുക്ക് ഈ സംഘത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ യാത്ര? എന്താണ് ഇത്തരത്തിലൊരു യാത്ര പ്ലാൻ ചെയ്യാൻ കാരണം? മാർച്ച് 8 വനിതാ ദിനം ആയതുകൊണ്ട് തന്നെ അന്ന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ്, കാരണം ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു ജോലിയാണ് കണ്ടക്ടർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ച് സഹപ്രവർത്തകർ മാത്രം ചേരുന്ന ഒരു ടൂറാണിത്. അതുകൊണ്ട് തന്നെ നമ്മളും, അതായത് KSRTCയിലെ കണ്ടക്ടർമാരും അവരുടെ മക്കളും മാത്രമാണ് ഈ ടൂറിലുള്ളത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം അടിച്ചു പൊളിയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അടിച്ചു തന്നെ ഞങ്ങൾ പൊളിക്കും, അതിലൊരു സംശയവും വേണ്ട. അങ്ങനെ മൊത്തത്തിൽ പെൺതരികളുടെ ഒരു യാത്രയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ സാരഥി ആരാം എന്ന് നോക്കിയാൽ ജില്ലയിലെ തന്നെ ആദ്യത്തെ വനിതാ ഡ്രൈവർ, സംസ്ഥാനത്തെ രണ്ടാമത്തെ വനിതാ ഡ്രൈവർ. എങ്ങനെ തോന്നുന്നു ഈ ഒരു ട്രിപ്പ്? എന്താണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കാരണം? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വനിതാ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെതായ ഭാരവാഹികളൊക്കെ ഇങ്ങനെ വന്ന് എന്നോട് സംസാരിക്കുകയും രാജ്യത്തിൻ്റെ വണ്ടി കൊണ്ട് പോകണമെന്നിങ്ങനെ പറയാനിടയായി. അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് പോകുന്നത്. സന്തോഷമാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ട്രിപ്പ് ഇല്ല, പോയില്ല. ആദ്യമായിട്ടാണ്. ഇല്ല, ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്ത് തോന്നി? സാരഥിയായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അല്ല, സന്തോഷമാണ്. കന്യാകുമാരി വരെ ഇതുവരെ യാത്ര അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ല. ആദ്യമായിട്ടാണ്. അത്തരത്തിലാണ് ഈ കാട്ടാക്കടയിലെ ഈ KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് 40 പേരടങ്ങിയിട്ടുള്ള ആൾ, ഒപ്പം തന്നെ സാരഥി വനിത, കണ്ടക്ടർ വനിത, അങ്ങനെ എല്ലാം വനിതകളുടെ ഒരു യാത്രയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ കാട്ടാക്കടയിലേക്ക് തിരിച്ചെത്തും എന്നതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവരുടെ യാത്രക്ക് ന്യൂസ് മലയാളത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ റോഹിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.